സജീവമായ ഒരു വാർത്താ പകൽ തന്നെയാണ് മധ്യ കേരളത്തിലും. എടുത്തു പറയേണ്ടത് അതിൽ നടൻ ജയറാം ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപിൽ ഹാജരായേക്കും എന്നുള്ളതാണ്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സാക്ഷിയായാണ് നടൻ ജയറാമിനെ ഇപ്പോൾ ഇ ആസ്ഥാനത്തേക്ക് കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തുന്നത്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ചോദിച്ചറിയുന്നത്. ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് പോയതിനു ശേഷം അത് ജയറാമിൻ്റെ വീട്ടിലേക്ക് എത്തുകയും അവിടെ പൂജ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചിട്ടും ജയറാം അവിടെ നടന്നിട്ടുള്ള പൂജയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള എന്താണ് ബന്ധം, അതിൽ എന്ത് സാമ്പത്തികമായിട്ടുള്ള ഒരു കണക്ഷനാണ് ഇവരൊക്കെ തമ്മിലുള്ളത് എന്നുള്ളതിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഇതിനു മുൻപ് SIT ചെന്നൈയിലെ വീട്ടിലെത്തി ജയറാമിനെ ചോദ്യം ചെയ്തിരുന്നു. അതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസിയുടെ ഈ തരത്തിലുള്ള ഒരു നീക്കമുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രതിപട്ടികയിലുള്ള ആളുകളെ വിളിച്ചു വരുത്തുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടുപുറകെ ഇപ്പോൾ സാക്ഷിയാക്കുന്ന ആളുകളെ കൂടി വിളിച്ചു വരുത്തുക, അങ്ങനെ ഇവരൊക്കെ ഒരു കണ്ണി ചേർക്കൽ, എല്ലാവരും തമ്മിൽ എന്തൊക്കെയാണ് ബന്ധങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. ഇന്നലെ മുൻ ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള S ജയശ്രീയെ വിളിച്ചു വരുത്തുകയും ഏകദേശം ഒരു 9 മണിക്കൂർ ഇ ഡി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയുമായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ കൂടുതൽ പേരെ ഇപ്പോൾ അതിൽ സുധീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് ഇ ഡി തുടരുകയും ചെയ്യും. മറ്റൊന്നുള്ളത് ഇന്ന് കോട്ടയത്താണ്. കോട്ടയത്ത് ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ ആകാംക്ഷ എന്ന് പറയുന്നത് ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാനായിട്ടുള്ള പ്രേംകുമാർ ഇന്ന് KPCCയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അത് സാംസ്കാരിക സാഹിതിയുടെ പരിപാടിയിലാണ് ഇന്ന് പ്രേംകുമാർ പങ്കെടുക്കുന്നത്. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രേംകുമാറിന്റെ ഒരു വിശദീകരണമുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ കൈകൊടുക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ചർച്ചയായി നിൽക്കുന്നത്. ഇതുവരെയും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല, അല്ലെങ്കിൽ കോൺഗ്രസിലേക്കില്ല എന്നുള്ളതായിരുന്നു അവസാനമായും പ്രേംകുമാർ പറയുന്നത്. പക്ഷേ അനൗദ്യോഗികമായി കോൺഗ്രസിനൊപ്പം ചേരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി വലിയ ഒരു രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുകയും ചെയ്യുന്നത്. അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജയൻ ചേർത്തലയും കഴിഞ്ഞ ദിവസം KC വേണുഗോപാലുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയ്ക്ക് പുറകെ ജയൻ ചേർത്തലയും കോൺഗ്രസിലേക്ക് എന്നുള്ള അഭ്യൂഹവും പരന്നിരുന്നു. അപ്പോൾ കൂടുതൽ സാംസ്കാരിക സിനിമാ മേഖലയിലുള്ളവരെ ചേർത്ത് പിടിക്കുക, ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അത്തരമൊരു വിസ്മയം തീർക്കുക എന്നുള്ളതിലേക്കാണ് കോൺഗ്രസ് കൂടുതലായും ലക്ഷ്യമിടുന്നത്. ഇങ്ങനെ സജീവമായിട്ടുള്ള വാർത്തകളാണ് വരാനിരിക്കുന്നത്.